ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കണ വിചാരിക്കണേ. അൽഹംദുലില്ലാ ഞങ്ങളും ഇവിടെ സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ എന്നും ചെയ്യുന്ന ബേസിക് ആയിട്ടുള്ള ക്ലീനിങ് ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും എൻ്റെ വരെ കാണാനായിട്ട് ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു പോട്ടത്തെ പ്ലാന്റ് ഞാൻ മാറ്റിട്ടോ. ഫിലോഡെൻഡ്രോണ്ട് തന്നെ ബ്രസീലിയൻ വെച്ചിട്ടുണ്ട്. ബ്രസീലിയൻ ആണിത്, പക്ഷേ ആ ഒരു മഞ്ഞ ലൈൻ ഉണ്ടല്ലോ അതെന്തോ ഇതിമ വരുന്നില്ല കേട്ടോ. ഈ ഒരു സ്ട്രിങ്ങുമ വരുന്നുണ്ടായിരുന്നില്ല. ഇത് ഒരു പുതിയ മെമ്പറാട്ടോ. ഇതിപ്പോൾ ഞാൻ പെരുന്നാളിന് വീട്ടിൽ പോയപ്പോൾ ഉപ്പാൻ്റെ അടുത്ത് നിന്ന് എടുത്തു വന്നതാണ് കേട്ടോ. അവിടെ രണ്ടെണ്ണം ഉണ്ടത്. അപ്പോൾ ഒന്ന് ഞാൻ എടുത്തിട്ട് വന്നതാണ്. അതേപോലെ തന്നെ 3-4 പ്ലാന്റ്സ് എടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിക്കാൻ വഴിയേ. അപ്പോൾ അതാ എന്നും എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ഞാൻ ആദ്യം ക്ലീനിങ് തുടങ്ങുന്നത് ലിവിങ് എന്നാണ് കേട്ടോ. നമുക്ക് ഫ്രണ്ട് ഏരിയയിൽ നിന്ന് 2 ഡോറാണ് അകത്തേക്കുള്ളത്. ഒന്ന് സിറ്റിംഗ് ആൾക്കും ഒന്ന് ഈ ഫാമിലി ലിവിങ് കൂട്ടോ. നമ്മൾ ആരെങ്കിലുമൊക്കെ പുറത്തുള്ള ആൾക്കാരില്ലാത്തവരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡോറാണ് ഓപ്പൺ ആക്കുക. അപ്പോൾ കൂടുതലും ആരെങ്കിലുമൊക്കെ വന്നാലൊക്കെ ഇങ്ങോട്ടാണ് കേട്ടോ കയറിയിരിക്കുക. അതേപോലെ തന്നെ നമ്മളും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നൊരു സോഫയാണ് കേട്ടത്. ഞാൻ പല പ്രാവശ്യങ്ങളായിട്ട് പറഞ്ഞിട്ടുണ്ട്. മോൻ്റെ ഇരുത്തും ടി വി കാണലും എന്തെങ്കിലുമൊക്കെ സ്നാക്സ് കഴിക്കലും നമ്മളും കൂടുതൽ യൂസ് ചെയ്യുന്നതൊക്കെ ഇവിടെയാണ് കേട്ടോ. ഇവിടെ എപ്പോഴും മെസ്സിയായിട്ട് കിടക്കും. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ തന്നെയാണ് ക്ലീനിങ് തുടങ്ങുക കേട്ടോ. ഞാൻ സിറ്റിംഗ് ഏരിയയിൽ പിന്നെ പുറത്തുള്ള ആരെങ്കിലുമൊക്കെ കാക്കാൻ്റെ അടുത്തേക്ക് വരുമ്പോഴാണ് അവിടെ ഓപ്പൺ ആക്കുള്ളൂ കേട്ടോ. അപ്പോൾ അവിടെ അങ്ങനെ അങ്ങോട്ട് വൃത്തികേടാവാറില്ല. അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് അടുക്കി പെറുക്കി സോഫയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എപ്പോഴും ഒന്ന് തുടച്ചു കൊടുക്കും കേട്ടോ. ഈ സോഫ ഞാൻ കഴുകാറുമുണ്ട്. ഞാൻ നനച്ചോളീൻ്റെ വ്ളോഗിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ തന്നെ അടിച്ചിട്ട കവറാട്ടോ. അപ്പോൾ ഞാൻ കഴുകും ചെയ്യും. ഇത് റഫ് യൂസിന് പറ്റിയൊരു സോഫയാണ് കേട്ടോ. അതാണ് നമ്മളിത് മാറ്റാത്തത് തന്നെ. അപ്പോൾ ഇതിൽ എന്തെങ്കിലുമൊക്കെ അഴുക്കൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ ഒന്ന് തുടച്ച് വൃത്തിയാക്കും. ഈ ഒരു ടീപ്പോയിമേലും എപ്പോഴും പല സംഭവങ്ങളും ഉണ്ടാവും. ബുക്സും മാഗസീനും ഒക്കെ ഉണ്ടാവും കേട്ടോ. അതൊക്കെ ഒന്ന് എടുത്ത് വെച്ച് ചാർജറുകളും ഒക്കെ ഉണ്ടാവും. പ്ലഗ് പോയിൻ്റ് ഉള്ളതുകൊണ്ട് എടുത്ത് വെച്ച് പൊടിയൊക്കെ ഒന്ന് തുടച്ചിടും. പിന്നെ രാവിലെ ആരെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ച് വിരുന്നുകാരൊക്കെ വരുമല്ലോ എന്ന് പ്രതീക്ഷിച്ച് നന്നാക്കണേനേക്കാളും നമുക്ക് തന്നെ തുടർന്നുള്ള ജോലികൾ ചെയ്യാനൊരു പോസിറ്റീവ് എനർജിക്ക് വേണ്ടിയിട്ട് ക്ലീൻ ആക്കിയിടണം കേട്ടോ. നമ്മൾ മക്കളൊക്കെ സ്കൂളിൽ പോയി ജോലിക്ക് പോകാനുള്ളവരൊക്കെ പോയി കഴിഞ്ഞാൽ ബേസിക്കായിട്ട് ഈ ഒരു ക്ലീൻ ചെയ്യലുണ്ടല്ലോ. ബെഡ്ഷീറ്റൊക്കെ ഒന്ന് തട്ടി വിരിച്ച് അലക്കാനുള്ളതൊക്കെ ഇട്ട് സോഫയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് ഒക്കെ ചെയ്താൽ തന്നെ അന്നത്തെ ഒരു ദിവസത്തെ ബാക്കിയുള്ള ജോലികളൊക്കെ ചെയ്യാനൊക്കെ നല്ലൊരു പോസിറ്റിവിറ്റി ഉണ്ടാവും കേട്ടോ. കിച്ചണിലായാലും എനിക്ക് വൃത്തിയായിട്ടുള്ള കിച്ചണിൽ പോയി കുക്ക് ചെയ്യാൻ കേട്ടോ എനിക്കിഷ്ടം. അപ്പോൾ മെസ്സിയായിട്ട് കിടക്കുകയാണെങ്കിൽ ഞാൻ കുക്കിംഗ് തുടങ്ങുന്നതിന് മുന്നേ ആദ്യം ക്ലീൻ ചെയ്യും, പിന്നെയാണ് കുക്കിംഗ് തുടങ്ങുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഇന്ന് ബെഡ്ഷീറ്റ് മാറ്റണം. ലൈറ്റ് ഷെയ്ഡ് ബെഡ്ഷീറ്റ് ഇടുന്നതുകൊണ്ട് തന്നെ എപ്പോഴും മാറ്റേണ്ടി വരും കേട്ടോ. ചിലപ്പോൾ 2ാമത്തെ ദിവസമൊക്കെ തന്നെ മാറ്റാനാവും. ഇപ്പോൾ മോന് പ്രത്യേകിച്ച് സ്കൂളിൽ ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അവനിങ്ങനെ കയറി മറിഞ്ഞിട്ട് എപ്പോഴും മാറ്റാനാവും കേട്ടോ. അവൻ്റെ തൊട്ടിൽ ഞങ്ങളിങ്ങോട്ട് കട്ടിലിൻ്റെ അടുത്തേക്ക് നീക്കിയിടും കേട്ടോ. അവൻ കുറച്ച് ചിലപ്പോൾ രാത്രി എണീറ്റിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങി കിടക്കും. അപ്പോൾ അവന് ഇറങ്ങാൻ സൗകര്യത്തിന് ഞങ്ങൾ നീക്കിയിടും. ഞാൻ ഇത് തൊട്ടിക്ക് ടയറുണ്ട്, പക്ഷെ ഞാനത് മേപ്പോട്ടാക്കിയിട്ട് ലോക്ക് ചെയ്ത് വെച്ചേക്കാണ്. അത് അവന് ഈ തട്ടിലുള്ള സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അത് ഉന്തി കൊണ്ടുവന്നിട്ട് അതിന്മേൽ കയറും കേട്ടോ. അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ടയർ ലോക്ക് ചെയ്തിട്ടൊക്കെ കേട്ടോ. ഭയങ്കര കുരുത്തക്കേടാണേ. ചില സമയത്ത് എന്തൊക്കെ കുരുത്തക്കേട ഒപ്പിക്കുക പറയാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഞാനങ്ങനെ ചെയ്യണം കേട്ടോ. ഇപ്പോൾ അവന് 5 വയസ്സായി, എന്നാലും തൊട്ടിയിൽ നല്ല പെർഫെക്റ്റായിട്ട് ഇഷ്ടംപോലെ സ്ഥലമുണ്ട് കേട്ടോ. നിവർന്ന് കിടന്നാലും ബാക്കി സ്ഥലമുണ്ട്. 1 വർഷം കൂടെയൊക്കെ നല്ല രീതിക്ക് കിടക്കാൻ തോന്നുന്നുണ്ട്. പിന്നെ അതിൻ്റെ കാലിൻ്റെ ഭാഗം നിവൃത്തി കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. സാധാരണ കട്ടിൽ പോലെ ആക്കാൻ പറ്റും. പിന്നെ അങ്ങനെ ആക്കിയിട്ട് യൂസ് ചെയ്യേണ്ടി വരും കേട്ടോ. എന്നെ സംബന്ധിച്ച് ഈ ഒരു തൊട്ടി നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. അവൻ ജനിച്ച സമയം മുതൽ അത് തന്നെ കിടക്കണത്. ശീലത്തൊട്ടിയിൽ കിടന്നിട്ടേ ഇല്ല. ഇവിടെ ഞങ്ങൾ വീട് പണിയെടുത്തപ്പോൾ ഹുക്കും വെച്ചിട്ടില്ല. ബെഡ്ഷീറ്റ് മാറ്റുക എന്ന് പറഞ്ഞാൽ നല്ലൊരു ടാസ്ക് കേട്ടോ. 2 ആളുണ്ടെങ്കിൽ എളുപ്പമാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരുപാട് പ്രാവശ്യം ചുറ്റിക്കൊണ്ടിരിക്കണം. ഈ ഒരു ടേബിൾ ഉണ്ടല്ലോ, ലാപ്ടോപ്പൊക്കെ ബെഡിൽ വെച്ച് യൂസ് ചെയ്യണേ, നല്ല യൂസ്ഫുൾ കേട്ടോ ഒരു പ്രോഡക്റ്റ്. ഞാൻ എപ്പോഴും വാങ്ങണമെന്ന് വിചാരിക്കുമായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എറണാകുളം പോയ സമയത്ത് ഫോറം മാളിൽ കണ്ടപ്പോൾ
നല്ല ഓഫറിൽ കണ്ടപ്പോൾ ഒന്ന് എടുത്തതാണ് കേട്ടോ. പക്ഷെ നല്ല യൂസ്ഫുള്ളാണ്. ഞാൻ എഡിറ്റ് ചെയ്യാനൊക്കെ ബെഡിലിരിക്കുമ്പോൾ അത് വെച്ചിട്ട് അതുമ്മ വെച്ചിട്ടാണ് എഡിറ്റ് ചെയ്യാനും അങ്ങനത്തെ മാസി ഓൺലൈൻ ക്ലാസ്സിലിരിക്കുമ്പോഴും അങ്ങനെയൊക്കെ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. നല്ല യൂസ്ഫുള്ളാണ്. അപ്പോൾ അത് ഞാൻ അവിടെ തന്നെ വെക്കും. ഇപ്പോൾ നല്ല വലിപ്പമുള്ള ബെഡ്ഷീറ്റ് കേട്ടോ. അത് നല്ല ടക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ മുന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ബെഡ്മക്ക് ഏത് ബ്രാൻഡ് ബെഡ്ഷീറ്റ് എടുത്താലും ടക്ക് ചെയ്ത് വെക്കാണ്ടാവാറുണ്ടായിരുന്നില്ല കേട്ടോ. ഇതിപ്പോൾ ഞാൻ തിരൂർ ഷോപ്പ് ഞാനന്ന് കാണിച്ചിരുന്നല്ലോ ഒരു വ്ളോഗിൽ. ആ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന ബെഡ്ഷീറ്റ് കേട്ടോ. നല്ല വലിപ്പമുള്ള ബെഡ്ഷീറ്റാണ്. 4 ഭാഗത്തേക്കും ബെഡിൻ്റെ അടിയിലേക്ക് നല്ലോണം ടക്ക് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. മറ്റേത് ഒരു നേരം അങ്ങോട്ട് കിടന്നാൽ തന്നെ അത് ഊരിപ്പോരും, വൃത്തികേടായി കിടക്കും കേട്ടോ. ഇന്ന് തുടക്കണമൊന്നുമില്ല കേട്ടോ. ഇന്നലെ വൈകുന്നേരമാണ് തുടച്ചത്. അപ്പോൾ കോഡ്ലെസ് വാക്യൂം ക്ലീനർ കൊണ്ട് ഒന്നങ്ങ് വാക്യൂം ചെയ്യുള്ളൂ. വലിയ കച്ചറകളൊന്നും ഇല്ലല്ലോ. കച്ചറ ഉണ്ടെങ്കിൽ പിന്നെ മോപ്പ് കൊണ്ട് വാക്യൂം ചെയ്യേണ്ടി വരും. ഇതിപ്പോൾ അങ്ങനെയല്ലല്ലോ, കച്ചറയൊന്നുമില്ല. അപ്പോൾ പിന്നെ ഒന്ന് വാക്യൂം ചെയ്യണേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ ബേസിക്കുള്ള കാര്യങ്ങളൊക്കെ രാവിലെ അങ്ങോട്ട് ചെയ്തിട്ടാൽ നമുക്ക് എല്ലാ ജോലികളും കഴിഞ്ഞ പോലത്തെ ഒരു ഫീലിംഗാണ്. മറ്റേത് ആകെ അങ്ങനെ മെസ്സിയായി കിടക്കുന്നതോടെ നമ്മളിങ്ങനെ ഒരു തലക്കന്ന് ഇങ്ങനെ വൃത്തിയാക്കി വരുമ്പോൾ നമുക്ക് തോന്നും ഒരുപാട് ജോലി ഉണ്ടല്ലോ, ഇതൊക്കെ തീർക്കണമല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ടൊരു നെഗറ്റീവ് എനർജി കേട്ടോ നമുക്ക് വരിക. നേരത്തെ വെച്ച് ഇങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് അങ്ങോട്ട് ചെയ്ത് വെച്ച് പിന്നെ അടുക്കള ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് ഡീപ്പായിട്ടുള്ള ക്ലീനിങ്ങിനോ തുടക്കാനോ ഒക്കെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ജോലികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളൊരു സമാധാനം, അങ്ങനെ ഒരു ഇതാണ് ഉണ്ടാവുക. നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു മെൻറ്റാലിറ്റി ഉണ്ടാവുക. അപ്പോൾ നല്ലൊരു ഇതായിരിക്കും കേട്ടോ. എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. എന്നാലും ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കൊണ്ടു. മക്കളും ഒക്കെ പോയതിന് ശേഷം എന്താ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, മിററൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക, ബേസിനൊക്കെ ഒന്ന് കഴുകുക, ബെഡ്ഷീറ്റൊക്കെ ഒന്ന് തട്ടി വിരിക്കുക, അലക്കാനുള്ളതൊക്കെ കൊണ്ടിട്ട് അലക്കാനിടുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുക. എന്നിട്ട് പിന്നെ അടുക്കളയിൽ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ തുടക്കലോ ബാത്റൂം കഴുകലോ അതൊക്കെ പിന്നെ ചെയ്യുക. അല്ലെങ്കിലും എപ്പോഴെങ്കിലും വരുന്ന ഗസ്റ്റിന് വേണ്ടിയിട്ട് ചെയ്ത് വെക്കാതെ നമുക്ക് നമ്മളെപ്പോഴും നമ്മളെ വീട്ടിനുള്ളിലല്ലേ. പ്രത്യേകിച്ച് ഇന്നെ പോലെയുള്ള ഹൗസ് വൈഫ്സൊക്കെ ആകുമ്പോൾ നമ്മൾ കൂടുതൽ സമയം നമ്മളെ വീടിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ നമുക്ക് ഏത് സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ ഇരിക്കാൻ ഇഷ്ടമുള്ള സ്ഥലം ഏതാണ്, അല്ലെങ്കിൽ പോകാൻ ഇഷ്ടമുള്ള സ്ഥലം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഓപ്ഷന് നമ്മളെ വീടായിരിക്കണം കേട്ടോ. നമ്മളെ വീടാണ്, എൻ്റെ വീടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം എന്ന് പറയാൻ പറ്റണം. ആ രീതിയിൽ വേണം നമ്മളെ വീട് കൊണ്ട് നടക്കാൻ കേട്ടോ. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ നമുക്ക് ഏത് സാഹചര്യത്തിലാണ് ജീവിക്കാൻ ആഗ്രഹം ഇഷ്ടം എന്നുണ്ടെങ്കിൽ നമ്മൾ ജീവിക്കുന്ന സാഹചര്യം അതല്ലെങ്കിൽ അതിലേക്ക് മാറ്റിയെടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഇതാ ഇവിടുത്തെ ക്ലീനിങ് കഴിഞ്ഞു കേട്ടോ. മോളോട് ഞാൻ ബെഡ്ഷീറ്റ് കൊടുത്തിട്ട് അവിടെ വിരിക്കാൻ പറഞ്ഞിട്ടാണ് വന്നത്. അവൾക്കിപ്പോൾ ഓൺലൈൻ ക്ലാസ്സാണ്. അപ്പോൾ റൂമിൽ തന്നെ ഇരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ബെഡ്ഷീറ്റ് വിരിച്ചിടുമെന്ന് പറഞ്ഞിട്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ അതാ അവിടെ അറേഞ്ച് ചെയ്യലൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട്. നിസ്കാരപ്പായൊന്നും എടുത്ത് വെച്ചിട്ടില്ല കേട്ടോ. ഞാൻ പറയായിരുന്നു എടുത്ത് വെക്കുമെന്ന്. അപ്പോൾ ബെഡൊക്കെ വിരിച്ചിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ സിറ്റ് ഔട്ടാണ് കേട്ടോ കാര്യമായിട്ട് ഒന്ന് റെഡിയാക്കാനുള്ളത്. എല്ലാവരും സിറ്റ് ഔട്ടിൽ ബെഞ്ചോ ചെയറൊക്കെ ആയിരിക്കും ഇടുക. ഞങ്ങളിവിടെ ടേബിളും ചെയറും ഇട്ടിട്ടുള്ളത്. ഇത് ഞാൻ വീട്ടിൽ നിന്ന് എടുത്ത് വന്ന പ്ലാന്റാണ് കേട്ടോ. ഉപ്പാൻ്റെ അടുത്ത് നിന്ന് എടുത്ത് വന്നതാണ്. ഇതൊരു തായ്ലാൻഡ് വെറൈറ്റി, ഒരു ആന്തൂറിയൻ വെറൈറ്റിയാണ് തായ്ലാൻഡിൻ്റെ. ഇത് നമ്മളെ മൂൺലൈറ്റ് ഫിലോഡെൻഡ്രോൺ മൂൺലൈറ്റാണ് കേട്ടോ. അതിൻ്റെ മെച്ചൂർഡായിട്ടുള്ള പ്ലാന്റാണ്. നല്ല മഞ്ഞ കളറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല പ്ലാന്റാണ്. കഴിഞ്ഞ വേനൽക്ക് ചൂട് സഹിക്കാൻ വയ്യാതെ ഒന്ന് ബേൺ ആയിട്ടുണ്ട് 2 ലീഫ്. അപ്പോൾ അതാ ഇനിയിപ്പോൾ ഇവിടെ ഒന്ന് ക്ലീനാക്കി തുടച്ച് ഇടണം കേട്ടോ. ടേബിളിൽ നല്ല പൊടി ഉണ്ടാവും കേട്ടോ. ഈ മഴക്കാലത്ത് പൊടിയോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞങ്ങൾക്ക് ഇവിടെ അടുത്ത് ഒരു കട്ട കമ്പനി ഉണ്ട്, അടുത്ത കോമ്പൗണ്ടിൽ തന്നെ. അപ്പോൾ അവിടെ ഈ സിമെൻറ്റൊക്കെ ഇടുമ്പോൾ സിമെൻറ്റ് ഇപ്പോൾ നനച്ചല്ലല്ലോ വെക്കുക. മെറ്റലും എംസാൻ്റൊക്കെ അല്ലേ മഴ കൊണ്ടാൽ നനഞ്ഞ് പൊടിയൊക്കെ അമർന്ന് നിൽക്കുള്ളൂ. അപ്പോൾ അതിങ്ങനെ പാറി വരും കേട്ടോ. അപ്പോൾ നല്ല പൊടി ഉണ്ടാവും. നമ്മളിവിടെ ബെഞ്ചും ഇതൊന്നുമല്ല ഇട്ടിട്ടുള്ളത് കേട്ടോ. ഈ ഒരു ടേബിളും ചെയറുകളുമാണ്.
വൈകുന്നേരം കോഫിയൊക്കെ ആയിട്ട് വന്നിരിക്കാൻ, അല്ലെങ്കിൽ മക്കൾക്ക് ഇരുന്ന് പഠിക്കാൻ. ചുറ്റുഭാഗവും ആളും മനുഷ്യനൊന്നും ഇല്ലല്ലോ, അപ്പോൾ ശബ്ദ കോലാഹലം ഒന്നുമില്ല. നല്ല ഈ വീട്ടിലെ എല്ലാ ഏരിയയും പ്രൈവറ്റ് ഏരിയ തന്നെയാണ് കേട്ടോ, ഒരു ശല്യവും ഇല്ല. അപ്പോൾ അതാ ഇതും രണ്ടെണ്ണവും ഞാൻ വീട്ടിൽ നിന്ന് എടുത്ത് കൊണ്ടുവന്നാട്ടോ. അത് പൂവ് വരുന്നുണ്ട്. ഈ കാക്ടസ് രണ്ടും ഞാൻ വീട്ടിൽ നിന്ന് എടുത്ത് വന്നതാട്ടോ പെരുന്നാൾക്ക് പോയപ്പോൾ. എൻ്റെ കയ്യിലുള്ള ഒട്ടുമിക്ക പ്ലാന്റ്സും ഞാൻ ഉപ്പ വാങ്ങുമ്പോൾ അവിടെ നിന്ന് കൊണ്ടുവരുന്നതാണ് കേട്ടോ. ഉപ്പാക്കും എനിക്കും ഏകദേശം ഒരേ ടേസ്റ്റാണ്. അപ്പോൾ ഒരുപാട് കളക്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ ഞാനിങ്ങനെ എടുത്ത് കൊണ്ടുവരാറുണ്ട്. ഇത് ഇങ്ങനെ തന്നെ പോട്ട് ചെയ്ത് വെച്ചതായിരുന്നു കേട്ടോ. അങ്ങനെ തന്നെ എടുത്തിട്ട് വന്നതാണ്, അങ്ങനെ തന്നെ ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചതാണ് കേട്ടോ. പിന്നെ ഒരു വീഡിയോയിൽ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു സിറ്റ് ഔട്ട് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കാണിക്കുമെന്ന് കേട്ടോ. എത്ര വീഡിയോസിൽ കാണിച്ചാലും ഇതിൻ്റെ ഷേപ്പ് ഒരു ഐഡിയ കിട്ടില്ല കേട്ടോ ചിലപ്പോൾ. ഇത് സിറ്റ് ഔട്ടൊക്കെ 2 എൻട്രി ആയിട്ടുള്ളത്, 2 സ്റ്റെപ്പ്, ഒരുപാട് സ്റ്റെപ്പ് ഉണ്ട്. 2 ഭാഗത്ത് കൂടെ തന്നെ സ്റ്റെപ്പ്, ഒന്ന് പോർച്ചെന്നും ഒന്ന് നേരെ മുന്നിന്നും. ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ സിറ്റ് ഔട്ട് കിടക്കുന്നത്. എന്ത് ഷേപ്പാണെന്നപ്പോൾ പറയാം, സ്മോൾ ലെറ്റർ എച്ചിൻ്റെ മരിയെന്നോ വൈൻ്റെ മരിയെന്നൊക്കെ പറയേണ്ടി വരും. ഈ ഒരു സെൻറ്ററിലുള്ള ഭാഗം ഒഴിഞ്ഞ് കിടക്കണം കേട്ടോ. അവിടെ ആദ്യം ഞാനൊരു പോണ്ടൊക്കെ സെറ്റ് ചെയ്തിരുന്നു, ആ വീഡിയോ ഒക്കെ മുന്നത്തെ വ്ളോഗിലൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഇടയിൽ ആരോ വന്ന് ചാടിയതിൻ്റെ ശേഷമാണ് ഇവിടെ ഹാൻഡ് റെയിൽ വെച്ചത്. മൊത്തത്തിൽ ഹാൻഡ് റെയിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇവിടെ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള പ്ലാനിങ്ങിൽ അങ്ങനെ നിൽക്കുകയായിരുന്നു. ഹൗസ് വാമിങ് കഴിഞ്ഞ സമയത്ത് ആരോ ഒരാൾ വന്നിട്ട് ഇതിൻ്റെ ഇടയിൽ ഒരു കുഴിയിൽ ശ്രദ്ധിക്കാതെ അങ്ങനെ നടന്നു, അവിടെ വീണു കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ വേഗം അവിടെ മരത്തിൻ്റെ ഹാൻഡ് റെയിൽ വെച്ചതാണ്. മേലെ മഴ കൊള്ളാതിരിക്കാൻ ഗ്ലാസ് ഇട്ട് കൊടുത്തു. വേറെയുള്ള ഭാഗത്തൊന്നും ഹാൻഡ് റെയിൽ ഇല്ല കേട്ടോ. 2 ഡോറാണ് കേട്ടോ എൻട്രി ഉള്ളത്. 2 ഭാഗത്ത് കൂടെയാണ് അകത്തേക്ക് എൻട്രി ഉള്ളത്. ഇത് സിറ്റിംഗ് ആൾക്കുള്ള ഡോറും മറ്റേത് ഫാമിലി ലിവിങ്ങൊക്കെയുള്ള ഡോറും കേട്ടോ. ഈ ഒരു ഡോറാണ് എപ്പോഴും നമ്മൾ ആരെങ്കിലുമൊക്കെ വന്നാൽ തുറക്കുക, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ കേട്ടോ. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് സിറ്റ് ഔട്ട് കിടക്കുന്നത്. നല്ല വലിപ്പമുള്ള സിറ്റ് ഔട്ടാണ് കേട്ടോ. അങ്ങനെ പല ഭാഗത്തേക്കാണെന്ന് മാത്രം. ഈ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ ടേബിളും ചെയറൊക്കെ ഇട്ടിട്ടുള്ളത്. ഇവിടെ ഒരു ഗ്രില്ലിൽ കുറച്ച് ചെടികളൊക്കെ പടർത്തി വിട്ടിട്ടുണ്ട് കേട്ടോ. നല്ല വെയിലടിക്കും അവിടുന്ന്. ഇപ്പോൾ വെയിലിൻ്റെ കാടിന് കുറച്ചൊന്ന് കുറക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഹാൻഡ് റെയിൽ കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ സൈഡിലൊക്കെ പൂട്ടുകൾ വെച്ചിട്ടുണ്ട് കേട്ടോ. ആരെങ്കിലുമൊക്കെ പോയി ചാടണ്ടെന്ന് വിചാരിച്ചിട്ട്. ഇതുവരെ ഈ ഭാഗത്തേക്കൊന്നും ആരും ചാടിയിട്ടൊന്നുമില്ല കേട്ടോ. അവിടെ പിന്നെ അന്ന് ഹൗസ് വാമിങ് കഴിഞ്ഞ സമയത്ത് ഇങ്ങനെ നേരെ എന്തോ ഒരു ലെവലിൽ പോയി ചാടിയതാണെന്ന്. അപ്പോൾ അത് ലിവിങ്ങൊക്കെയുള്ള ഡോറ്, ഇപ്പുറത്തൊരു ഷൂ റാക്കും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മാസി നല്ല വെള്ളത്തിൽ കളിയാണ് അവിടെ. ഡോറ് തുറക്കാൻ കാത്തിക്കാണ് അവന് എന്തെങ്കിലുമൊക്കെ കുരുത്തക്കടൊക്കെ ഒപ്പിച്ച് വെള്ളത്തിൽ കളിക്കാനൊക്കെ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. എല്ലാവർക്കും ഇന്നത്തെ ബ്ലോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്നൊക്കെ വിചാരിക്കണേ. കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അഭിപ്രായങ്ങളും എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പോൾ ഇനി വീണ്ടും ഒരു വ്ളോഗായിട്ട് വരുന്നവരെയും അസ്സലാമു അലൈക്കും.